അമേരിക്കയ്ക്ക് സൂപ്പർ ഹീറോമാരായി സ്പൈഡർമാനുണ്ട്, സൂപ്പർമാനുണ്ട്, ബാറ്റ്മാനുണ്ട്. ഇന്ത്യക്ക് സൂപ്പർ ഹീറോമാരായി വിജയ് മല്യയുണ്ട്, ഹർഷദ് മേത്തയുണ്ട്, സുബ്രതോ റോയിയുണ്ട്, സ്പെക്ട്രം രാജ തുടങ്ങിയ ചെറുകിടക്കാരായ നൂറുകണക്കിന് സൂപ്പർ ഹീറോകൾ വേറെയുമുണ്ട്. എന്നാൽ ഇവരുടെയൊക്കെ ബാപ്പ് ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് നീരവ് മോഡി എന്ന മിസ്റ്റർ ഫ്രോഡാണ്. വളരെ ആസൂത്രിതമായ പ്ലാനിങ്ങിലൂടെയാണ് അദ്ദേഹം ഇത്രയും വലിയൊരു തുകയുമായി കടന്നു കളഞ്ഞത്. പാവപ്പെട്ട ഒരു സാധാരണക്കാരന് ഒരു ലോൺ കിട്ടാൻ നൂറുകണക്കിന് നൂലാമാലകൾ ഉണ്ടെന്നിരിക്കെയാണ് നീരവ് മോഡിക്ക് മുൻപിൽ ഒരു നൂലാമാലകളുമില്ലാതെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ 11,400 കോടി രൂപ ആവിയായത്. അതാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി എന്നല്ല, കാലാകാലങ്ങളിലുള്ള എല്ലാ പാർട്ടികളും ചെയ്യുന്ന കലാപരിപാടിയാണ് പാവപ്പെട്ട മുതലാളിമാർക്ക് സാധാരണക്കാരൻ്റെ നികുതിപ്പണം കൊണ്ടുള്ള തുലാഭാരം. 1971 ഗുജറാത്തിലെ ഒരു ആവറേജ് ബിസിനസ് കുടുംബത്തിലായിരുന്നു നീരവ് മോഡി എന്ന ബിസിനസ് തൈക്കൂണിൻ്റെ ജനനം. 1999 ഫയർ സ്റ്റാർ ഡയമണ്ട് എന്ന പേരിൽ ചെറിയൊരു ഡയമണ്ട് ട്രേഡിംഗ് കമ്പനിയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ തുടക്കം. അതിനു മുമ്പ് അദ്ദേഹം മെഹുൽ ചോക്കി എന്ന തൻ്റെ അമ്മാവിൻ്റെ അതിപ്രശസ്തമായ ഗീതാഞ്ജലി ഡയമണ്ട്സ് എന്ന കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഹോളിവുഡ് സെലിബ്രിറ്റികൾ അടക്കമുള്ള വമ്പൻ സെലിബ്രിറ്റികളായിരുന്നു ഗീതാഞ്ജലിയുടെ കസ്റ്റമേഴ്സ്. 2010 അദ്ദേഹം സ്വന്തമായ ഒരു ബ്രാൻഡ് തൻ്റെ പേരിൽ ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നത്. തുടർന്നങ്ങോട്ട് അദ്ദേഹം നടന്നു കയറിയത് 2014 ഫോബ്സ് കോടീശ്വരന്മാരുടെ ലിസ്റ്റിലേക്കാണ്. എന്നാൽ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് 2011 മുതലാണ്. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിനായി സെല്ലേഴ്സിൻ്റെയും ബയേഴ്സിൻ്റെയും ഇടനിലക്കാരായ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബോംബെയിലെ ബ്രീഡി ഹൗസ് ബ്രാഞ്ചിൽ നിന്നും 2018 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏകദേശം 11,400 കോടിയോളം രൂപ ഹോങ്കോങ്ങിലെ ആക്സിസ് ബാങ്കിലേക്കും ഹോങ്കോങ്ങിലെ തന്നെ അലഹബാദ് ബാങ്കിലേക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ 2 ഹൈ ഒഫീഷ്യൽസിൻ്റെ അറിവോടുകൂടി വ്യാജരേഖയുണ്ടാക്കി ട്രാൻസാക്ഷൻ നടത്തുകയാണ് ഉണ്ടായത്. ബാങ്കിംഗ് ടേമായ കൊളാട്രൽ അഥവാ ബാങ്ക് ഗ്യാരണ്ടി ഇല്ലാതെയാണ് വേണ്ടത്ര ക്രെഡിറ്റ് സ്കോറുകളില്ലാത്ത നീരവ് മോഡി ഒരു സിംഗിൾ ബ്രാഞ്ചിൽ നിന്നും ഇത്രയും ട്രാൻസാക്ഷൻസ് നടത്തി വിലസിയത്. കോർ ബാങ്കിംഗ് സിസ്റ്റത്തിൽ രേഖപ്പെടുത്താതെയാണ് ഇത്രയും വലിയ തുക 7 വർഷത്തോളം പഞ്ചാബ് നാഷണൽ ബാങ്ക് കൈമാറ്റം നടത്തിയത്. ഇതിന് കാരണമായി പഞ്ചാബ് നാഷണൽ ബാങ്ക് പറയുന്നത് ട്രാൻസാക്ഷൻസ് ഓട്ടോമാറ്റിക്കലി സെൻട്രലൈസ് സിസ്റ്റവുമായി ലിങ്ക്ഡ് ആയിരുന്നില്ല എന്നാണ്. കാര്യങ്ങളിങ്ങനെ സുഗമമായി പോകുന്നതിനിടയിൽ 2018 നീരവ് മോഡിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ഹൈ ഒഫീഷ്യൽസിൽ ഒരാൾ റിട്ടയർ ആവുകയും പകരം വന്ന ഉദ്യോഗസ്ഥനാണ് ഇത്രയും വലിയൊരു തുകയുടെ തട്ടിപ്പ് കണ്ടുപിടിച്ചത്. PNBയുടെ 1/3 നെറ്റ്വർത്ത് എമൗണ്ട് ആയിരുന്നു നീരവ് മോഡി അടിച്ചുമാറ്റിയത്. ചുരുക്കി പറഞ്ഞാൽ വളരെയധികം പ്ലാൻ ചെയ്ത് ബാങ്കിങ് സിസ്റ്റത്തിലെ ലൂപ്പ് ഹോൾസ് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലെ ടാക്സ് പേയേഴ്സിൻ്റെ ഇത്രയും വലിയൊരു തുക നീരവ് മോഡി കൈക്കലാക്കിയത്. 2018 ജനുവരിയിലാണ് ഈ സ്കാം പുറത്താവുന്നത്. ഫെബ്രുവരിയിൽ തന്നെ കേസ് CBI ഏറ്റെടുക്കുകയും നീരവ് മോഡി, ഭാര്യ അമിത് മോഡി, അമ്മാവൻ മെഹുൽ ചോക്കി എന്നിവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കം CBI ആരംഭിച്ചപ്പോഴാണ് അറിയുന്നത് CBIനെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്ന് വിളിച്ചുകൊണ്ട് നീരവ് മോഡിയും ടീംസും ലണ്ടനിലേക്ക് കടന്നു കളഞ്ഞുവെന്ന്. പിന്നീട് ഫെബ്രുവരിയിൽ തന്നെ നമ്മൾക്ക് ഈ ദിവസങ്ങൾ ഏറെ പരിചിതരായ ED എന്ന എൻഫോഴ്സ്മെൻറ്റ് നീരവ് മോഡിയുടെ വീട്ടിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായി ഏകദേശം 5,000 കോടി രൂപയോളമുള്ള ആസ്തികൾ റിക്കവറി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും 4 കോടിയോളം രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. നമ്മുടെ കഥാനായകൻ ലണ്ടനിൽ വാഴുന്നതിനിടയിൽ 2019 മാർച്ചിൽ സ്കോട്ട്ലൻഡ് യാർഡ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തു. ഇന്ത്യൻ ഗവൺമെൻറ് നീരവ് മോഡിയെ വിട്ടുകിട്ടുന്നതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തന്നെ ഇന്ത്യയിലേക്ക് അയച്ചാൽ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ വേദനിക്കുന്ന കോടീശ്വരൻ കോടതിക്ക് മുമ്പിൽ വിലപിക്കുകയാണ്. സുഹൃത്തുക്കളെ, വിലപിക്കുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കോടതിക്രമങ്ങൾ നീണ്ടുപോകുന്നതിനാൽ 2020 ഡിസംബറിലേക്ക് അദ്ദേഹത്തിൻ്റെ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ലണ്ടൻ ജയിലിൽ 21 മാസം പൂർത്തിയാക്കുന്ന അദ്ദേഹം ലണ്ടൻ ജയിലിലെ ഗോതമുണ്ടയുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ നല്ല ബിസിനസ് കുടുംബത്തിൽ ജനിച്ച വളരെ നല്ല ബിസിനസ് തന്ത്രങ്ങളുള്ള നീരവ് മോഡി വളരെ നല്ല രീതിയിൽ തന്നെ ബിസിനസ് കൊണ്ടുപോകാമെന്നിരിക്കെയാണ് അത്യാർത്ഥി മൂലം ഇങ്ങനെയൊരു ദുരവസ്ഥയിലെത്തപ്പെട്ടത്. 2019 കണക്കുകൾ പ്രകാരം 93 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ ബാങ്കുകൾ ലോണായി കൊടുത്തിട്ടുള്ളത്. ഇതിൽ സാധാരണക്കാരൻ്റെ ലോണും പലിശയും എന്തായാലും ബാങ്കുകൾക്ക് തിരിച്ചു കിട്ടും. പാവപ്പെട്ട മുതലാളിമാരുടെ കാര്യത്തിൽ ബാങ്കുകൾ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമായിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തോടെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം RBI പരിഷ്കരിക്കുകയുണ്ടായി. ഏതെങ്കിലും ഒരുത്തനുണ്ടാവും എല്ലാ കാലഘട്ടങ്ങളിലും ഇതുപോലെ തട്ടിപ്പുകൾ നടത്താൻ. ഇപ്പോഴും അത് നടക്കുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും വെളിയിൽ വരുന്നത്. ഈ തട്ടിപ്പുകളെല്ലാം ഏറ്റുവാങ്ങാൻ സാധാരണക്കാരനായ ഇന്ത്യക്കാരൻ്റെ ജന്മം ഇനിയും ബാക്കി. നീരവ് മോഡിയെക്കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകൾക്ക് പ്ലീസ് ട്രൈ ടു വാച്ച് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി ബാഡ് ബോയ് ബില്യണയർ. Thank you and please subscribe my channel.